പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പുകളെയും കുതികാൽ വെട്ടലും കോൺഗ്രസ് പാർട്ടിയിൽ ഒരു പുത്തരിയല്ല. പ്രത്യേകിച്ച് ജനങ്ങളുടെ ഇടയിൽ അല്പം വിശ്വാസവും മതിപ്പും ഒക്കെ കൂടി വരുന്ന സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിൽ നടക്കും എന്ന കാര്യത്തിനകത്ത് യാതൊരു സംശയവുമില്ല. ആറാട്ടോക്സ് ഇതിവിടെ പറയാൻ കാരണം ചാണ്ടി ഉമ്മനെതിരെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം എടുത്തൊരു നടപടിയാണ്. സംസ്ഥാനത്തെ ചില നേതാക്കളുടെ ഇടപെടൽ മൂലമാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത് എന്നും ചാണ്ടി ഉമ്മനോട് അനുഭവമുള്ള അണികൾ പറയുന്നുണ്ട്. ചാണ്ടി ഉമ്മനെ നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവരരുത് എന്ന കോൺഗ്രസ് നേതൃത്വത്തിന് വാശിയുള്ളതുപോലെയാണ് സംസ്ഥാനത്തെ പല നേതാക്കളും പെരുമാറുന്നത് എന്ന് പലപ്പോഴും പല സംഭവങ്ങളിലൂടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ആർ ടോക്സിനും അതേ അഭിപ്രായമാണ്. ചാണ്ടി ഉമ്മനോട് എന്താണ് കോൺഗ്രസിന് ഇത്ര വിരോധം? ആർ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. യൂത്ത് കോൺഗ്രസിനെ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകമായുള്ള സെല്ലാണ് യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ. ഈ യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെല്ലിന്റെ ചെയർമാനായിരുന്നു ചാണ്ടി ഉമ്മൻ. ഈ സ്ഥാനത്ത് നിന്നുമാണ് അദ്ദേഹത്തെ മാറ്റിയത്. യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റിയുടെ ഈ തീരുമാനം ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തിലാണ് ചാണ്ടി ഉമ്മനെ അറിയിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ചാണ്ടി ഉമ്മനെ ടെലിഫോണിലൂടെ അറിയിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായും MLA ആയ സാഹചര്യത്തിൽ ചാണ്ടി ഉമ്മനെ ഇങ്ങനെയൊരു അധിക സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ ഇങ്ങനെയൊരു തീരുമാനം ഏതർത്ഥത്തിലാണ് വാർത്താ പ്രാധാന്യം അർഹിക്കുന്നത്? ചാണ്ടി ഉമ്മനെ ഈ സ്ഥാനത്ത് നിന്നും മാറ്റുന്ന കാര്യം തൽക്കാലം പരസ്യപ്പെടുത്തുന്നില്ലെന്നായിരുന്നു ദേശീയ അധ്യക്ഷൻ ചാണ്ടി ഉമ്മനോട് പറഞ്ഞിരുന്നത്. ഉമ്മൻചാണ്ടിയുടെ ചരമദിനത്തോടനുബന്ധിച്ച് വൃക്ക രോഗികൾക്ക് സഹായം നൽകുന്ന പരിപാടികൾ പുതുപ്പള്ളിയിൽ വെച്ച് ഔട്ട്റീച്ച് സെൽ ആസൂത്രണം ചെയ്തിരുന്നു. ഈ പരിപാടി പോലും നടത്താൻ പാടില്ല എന്ന് ദേശീയ നേതൃത്വം അറിയിച്ചു എന്നാണ് ചാണ്ടി ഉമ്മനോട് അടുത്ത ആൾക്കാർ പറയുന്നത്. ശരിക്കും മരണശേഷം മാത്രം നീതി ലഭിച്ച ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയിലും അതിനുശേഷവുമൊക്കെ ഉമ്മൻചാണ്ടിയോടുള്ള ജനങ്ങളുടെ സ്നേഹം പാർട്ടിക്ക് അതീതമായി എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടതാണ്. ആ ഉമ്മൻചാണ്ടിയുടെ മകനാണ് ചാണ്ടി ഉമ്മൻ. ഇത്തരത്തിലുള്ള കർശനമായ നടപടികൾ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുമ്പോൾ അത് സാധാരണക്കാരായ ജനങ്ങളുണ്ടാകുന്ന മതിപ്പില്ലായ്മ എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും പാർട്ടി നേതൃത്വം പരാജയപ്പെടുന്നു എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ വലിയൊരു പരാജയം. ചാണ്ടി ഉമ്മൻ എന്ന വ്യക്തിയെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് അത്ര വലിയ പ്രാധാന്യമൊന്നും അർഹിക്കുന്നില്ല. ആർ ടോക്സ് നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. എന്നാൽ ചാണ്ടി ഉമ്മന്റെ കാര്യത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളതും ആളുകൾ പരസ്പരം പറയുന്നതുമായ ഒരു സത്യമുണ്ട്. ചാണ്ടി ഉമ്മനെ നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കാത്തത് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ പോലെയോ ഷാഫി പറമ്പിലിനെ പോലെയോ ചാണ്ടി ഉമ്മനെ ഉയർന്നു വരുവാനുള്ള അവസരങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് നേതൃത്വം ഇല്ലാതാക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. എന്നാൽ ഇലക്ഷന് വരുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേരും പറഞ്ഞ് ചാണ്ടി ഉമ്മനെ വോട്ട് പിടിക്കുവാൻ ആവശ്യവുമാണ്. ഇതാണ് ചാണ്ടി ഉമ്മന്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. എന്തായാലും പുതുപ്പള്ളി സീറ്റ് നിലനിർത്താൻ ചാണ്ടി ഉമ്മനെ ഉപയോഗിച്ചു. ഒരുപക്ഷെ വേറെ എന്തെങ്കിലും മാർഗമുണ്ടായിരുന്നെങ്കിൽ ആ സീറ്റ് ചാണ്ടി ഉമ്മന് കൊടുക്കുമായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ചാണ്ടി ഉമ്മൻ സംസ്ഥാന നേതൃത്വ നിരയിലേക്ക് ഉയർന്നു വരാൻ അർഹതയുള്ള നേതാവാണ്. ചാണ്ടി ഉമ്മനെ നേതൃത്വ നിരയിലേക്ക് വരുന്നതിൽ നിന്നും കോൺഗ്രസിലെ ഒരു വിഭാഗം ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ടോ? എന്താണ് ആർ ടോക്സിന്റെ പ്രേക്ഷകരുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.